ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള വെക്കേഷൻ ട്രിപ്പിൻ്റെ ഒരു യാത്രാ വിവരണം എന്ന് വേണേൽ പറയാം. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ആദ്യം തന്നെ ഷാർജയിൽ നിന്ന് ദുബായ് എയർപോർട്ട് ടെർമിനൽ 3 യാത്രയിലാണ്. നമ്മൾ ഏതാണ്ട് ദുബായ് ടെർമിനൽ 3 എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായി. ടെർമിനൽ 3 എന്ന് പറയുന്നത് വലിയ വിമാനങ്ങൾക്ക് മാത്രമുള്ള എയർപോർട്ട്, അതായത് ഡബിൾ ഡെക്കർ അതുപോലുള്ള വിമാനങ്ങൾ മാത്രമാണ് അവിടെ വരാറുള്ളത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഒരുപാട് നേരത്തെയാണ് നമ്മൾ എയർപോർട്ടിലെത്തിയത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു തിരക്കും അവിടെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾക്ക് അത് ഒരു സൗകര്യമായി മാറി. പക്ഷെ 4 മണിക്കൂർ മുന്നിലെത്തിയത് കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ലോഞ്ചിൽ സമയം ചെലവഴിക്കാമെന്ന ഒരു സമാധാനത്തോടു കൂടി അകത്ത് കയറി. ഞങ്ങൾ വന്ന നിസാൻ പെട്രോൾ മല്ലെ അനങ്ങിത്തുടങ്ങി ടാറ്റ പറഞ്ഞ് യാത്രയായി. അടുത്തതായി ബോർഡിംഗ് പാസിനുള്ള യാത്രയിലാണ്. ദുബായിൽ 3 ടെർമിനലാണ് ഉള്ളത്. അതിൽ ടെർമിനൽ 3 ആണ് ഏറ്റവും ആഡംബരം കൂടിയിട്ടുള്ള എയർപോർട്ട്. അതായത് എമിറേറ്റ്സിൻ്റെ A380 മാത്രമായി സജ്ജീകരിച്ചിട്ടുള്ളതാണത്. കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിൽ എയർപോർട്ടിൻ്റെ ഭംഗിയും മറ്റും ആസ്വദിച്ചുകൊണ്ടും അവരുടെ യാത്രയെക്കുറിച്ചുള്ള ആകാംക്ഷയോടെ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് എയർപോർട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ എസ്കലേറ്ററിൻ്റെ ഹൈറ്റ് എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഈ ലിഫ്റ്റ് വെച്ച് ഒരു 3 നില 4 നിലയിലേക്കാണ് ഒരു എസ്കലേറ്റർ ഒറ്റയടിക്ക് പോകുന്നത്. അത്രയും വലിയ എസ്കലേറ്റർ ആണത്. ബോർഡിങ്ങും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലോഞ്ചിലേക്കുള്ള യാത്രയിലാണ്. ഒരു സംശയമുണ്ടായിരുന്നു, നമ്മൾ 3 മണിക്കൂർ മുമ്പേ എത്തിയതുകൊണ്ട് അകത്ത് കയറ്റുമോ എന്നുള്ളത്. പക്ഷേങ്കിൽ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്താണ് അവർ പറഞ്ഞിരുന്നു, ദുബായ് എയർപോർട്ടിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണിത്. 46 മണിക്കൂർ മുമ്പ് വരെ നമ്മൾ എമിഗ്രേഷനും ബോർഡിങ്ങും അലൗഡാണ് അവിടെ. അതുകൊണ്ട് സമാധാനമായി എയർപോർട്ട് ലോഞ്ചിലോട്ട് പോകാണ്. ജസ്റ്റ് ഒന്ന് ടെർമിനൽ 3 ഭംഗി കാണിക്കാൻ മാത്രം എടുത്ത വീഡിയോകളാണ്. ലഗേജൊക്കെ തൂക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനിയും സ്ഥലമുണ്ട്. അങ്ങനെ ഒരു ഗോൾഡ് ബാറും കൂടി വാങ്ങി. എന്തിനാ കുറക്കുന്നു, ഇരിക്കട്ടെ. നേരെ ചെറിയൊരു മെട്രോ സംവിധാനമാണ് ടെർമിനൽ 3 തന്നെ. നമ്മുടെ ഗേറ്റിലേക്കുള്ള യാത്രയിലാണ്. ഒരു 2-3 മിനിറ്റ് സഞ്ചരിക്കാനുണ്ട്. ഒരു മെട്രോ തന്നെയാണ്, മിനി മെട്രോ. നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇതൊക്കെ ലിഫ്റ്റ് സംവിധാനമാണ് കാണുന്നത്. പല രാജ്യത്തിലെ പല ആൾക്കാർ പല ആവശ്യങ്ങൾക്കായി അടിപൊളി ഭക്ഷണം എന്ത് വേണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നു.
ആസ്വദിച്ചു. ഏകദേശം ഞങ്ങളൊരു 2-2.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. ചെറിയൊരു കട്ടൻ ചായ, പണ്ടൊക്കെ സുഖമില്ലാത്തതിനാൽ ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കുകയാണ്. No point in delaying what we both already know. Escape this time with me. Escape this time with me. എല്ലാതരം മദ്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. കള്ള് കുടിക്കുന്നവർക്ക് അതും ആസ്വദിക്കാം. Fall asleep to the sounds of the sea. ആവശ്യമുള്ള ഫുഡുകളുണ്ട്, നിരത്തി വെച്ചിരിക്കുകയാണ്. ആവശ്യം പോലെ എടുക്കുക, കഴിക്കുക എന്നതാണ് നമ്മൾക്കുള്ള പണി. അത് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് മസാജിങ് ചെയ്യാമെന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് അവിടെ അതിൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ 20 മിനിറ്റ് നേരം ഒരാൾക്ക് ഉപയോഗിക്കാമെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളും ഒന്ന് ആസ്വദിച്ചു. കുട്ടികളും നന്നായി ആസ്വദിച്ചു. ഫസ്റ്റ് നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ലോഞ്ച് വിട്ട് നേരെ വിമാനത്തിലോട്ട്. ഇനി കുറച്ച് വിമാന വിശേഷങ്ങളാവാം. A380 വിമാനത്തിൽ കയറി വിമാനം നല്ല നീങ്ങിത്തുടങ്ങി. അതിൻ്റെ വീഡിയോയിൽ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. നമ്മൾ ഓരോ സ്ക്രീനിലും നമുക്ക് വിമാനത്തെ മോണിറ്റർ ചെയ്യാം. വിമാനം നല്ല പറന്ന് പൊങ്ങിത്തുടങ്ങി. ഇതൊക്കെ നമ്മൾക്ക് 2-3 ക്യാമറകളായി നമുക്ക് വിവിധ പൊസിഷനുകൾ കാണാൻ പറ്റും. ദുബായ് നഗരത്തിൻ്റെ മനോഹരിത മുഴുവനായി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സ്ക്രീനിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും, പോകേണ്ട സ്ഥലത്തെ പറ്റിയും അവിടുത്തെ ടെമ്പറേച്ചർ, അവിടത്തേക്കുള്ള ദൂരം, അവിടെ ലാൻഡ് ചെയ്യുന്ന സമയം എല്ലാം തന്നെ നമുക്ക് സ്ക്രീനിൽ നമുക്കറിയാൻ പറ്റും. എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര സമയം ഇനി ബാക്കിയുണ്ട്, എല്ലാ കാര്യങ്ങളും. അതേപോലെ സ്ക്രീനിൽ നമുക്ക് സിനിമകളും, എല്ലാ സിനിമകളും, ഈവൻ മലയാളം അടക്കം ഒരുപാട് സിനിമകൾ. ഇത് ഡബിൾ ഡക്കറിന് മുകളിലോട്ടുള്ള ബാക്കിൽ കൂടിയുള്ള വഴി. ജസ്റ്റ് ഒന്ന് വിമാനത്തിൻ്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടി മാത്രം കാണിക്കാനിത്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം. അതായത് ഒരു റോയിൽ തന്നെ സൈഡിൽ 3, അത് കഴിഞ്ഞ് നടുവിൽ 4 സീറ്റ്, പിന്നെ വീണ്ടും റൈറ്റ് സൈഡിൽ 3 സീറ്റ്. 4, 3, 3 അങ്ങനെയാണ് ഒരു ലൈനിലുള്ളത്. ഒറ്റ ലൈനിൽ 10 സീറ്റുകളുണ്ട്. അങ്ങനെ എത്ര തീവണ്ടിയേക്കാൾ തീവണ്ടിയുടെ ഒരു കമ്പാർട്ട്മെൻറ്റിനേക്കാളും വലിപ്പമാണിത്. സാധാരണ എക്സ്പ്രസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സീറ്റുകൾ ഒരുപാട് വലിപ്പം കൂടിയതാണ്. നല്ല ഇരിക്കാനുള്ള സുഖവും എല്ലാ കംഫർട്ടും കൂടിയോടുള്ള സീറ്റുകളാണ്. ഓരോ സീറ്റിനും സ്ക്രീനുകളും എല്ലാ ഫെസിലിറ്റിയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനുശേഷം വീണ്ടും ഒരു ഭാഗം കൂടിയുണ്ട് അതിനപ്പുറത്ത്. അവിടെ സ്റ്റാഫ് അവിടെ ക്ലീൻ ചെയ്യായതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. വീണ്ടും കാണിക്കുകയാണ്. ഞങ്ങൾ 4 ആൾക്കാരായതുകൊണ്ട് നടുവിലത്തെ റോൺ എടുത്തു. ഭക്ഷണം വന്നു, നല്ല ഭക്ഷണം വീണ്ടും കഴിച്ചു. ഞാനെന്തായാലും വാങ്ങിയില്ല, അതിന് മാത്രം ലോഞ്ചിൽ നിന്ന് കഴിച്ചിരുന്നു. വിമാനം ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തു. പോകുന്ന വഴി കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഞങ്ങളെ അവർ ബിസിനസ് ക്ലാസ്സിലേക്കൊന്ന് കയറ്റി. ബിസിനസ് ക്ലാസ്സിലെ ജസ്റ്റ് ഫോട്ടോസുകളാണിത്. മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന വഴി. ഇനി അല്പം ബാംഗ്ലൂർ എയർപോർട്ടിനെ കുറിച്ച് പറയാം. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയാൻ പറ്റിയ ഇന്ത്യയിലെ എയർപോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭംഗിയായിട്ടാണ് ഇത് ബാംഗ്ലൂർ എയർപോർട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷനും ക്ലിയറൻസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഡ്യൂട്ടി ഫ്രീൻ്റെ കൂടിയാണ് മുന്നോട്ടുള്ള യാത്ര. നമ്മളുടെ സ്വന്തം മാന കേരള സ്റ്റൈലിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഗേജിനുള്ള കാത്തിരിപ്പാണ്. 10-15 മിനിറ്റിൽ ഇതൊക്കെ തന്നെ നമ്മൾ ലഗേജൊക്കെ കിട്ടി നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട്. രാവിലെ 3:30 എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൽ. ഞങ്ങളുടെ വണ്ടി വരുന്നു. കുട്ടി നേരെ ഈ യാത്ര തുടരുന്നു. ബാംഗ്ലൂരിൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ പകൽ ചെലവഴിച്ചു. ഇനിയുള്ള സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾ ആസ്വദിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, എന്നിരുന്നാലും അവർക്ക് കരയിലോട്ട് കയറണ്ട, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് മടങ്ങണം. രാത്രി 9:30 മണിക്ക് ബാംഗ്ലൂർ മജസ്റ്റിക് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ ട്രെയിൻ യാത്ര തുടങ്ങും. ഞങ്ങൾ മജസ്റ്റിക് സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ലഗേജ് തന്നെ ഒരു ട്രോളി മുഴുവൻ, ഒരു ഉന്തുവണ്ടി നിറയുണ്ട്. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, പോർട്ടർമാർ നമ്മളെ പറ്റിക്കും, എന്നെയും പറ്റിച്ചു.